ഞാൻ ഇന്ന് ജിമ്മിൽ പോയിട്ട് വന്നു. ഒരു 9 മണിക്കാണ് പോയത്. 9 മണിക്ക് പോയിട്ട് 11 മണിക്ക് കറക്റ്റ് വന്നു. വർക്കൗട്ട് കഴിഞ്ഞിട്ട് വന്നു. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് കഴിക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്ന് പറയുമ്പോൾ നമ്മുടെ മ്യൂസ്ലി ആൻഡ് സ്ലിം മിൽക്ക്, പിന്നെ കുറച്ച് യോഗോട്ട്, സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് കേട്ടോ. യോഗോട്ട്, കുറേ സീഡ്സ്, അതാണ് ഗൈസ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. സോ അപ്പം ഞാൻ ഫുഡ് കഴിക്കുവാണ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. ഇന്നത്തെ വർക്കൗട്ട് എന്ന് പറയുമ്പം കിടിലൻ വർക്കൗട്ടായിരുന്നു. ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ആപ്സിന് ചെയ്തത്. എൻ്റെ കൂടെ കോച്ചും ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എന്ന് പറയാൻ ഗൈസ്, ഇന്നലെ ഞാൻ ലെഗ് കളിച്ച്, ഇന്നലെ എല്ലാം ഞാൻ ലെഗ് കളിച്ച് നല്ല വേദനയുണ്ട് ഗൈസ്. അത്ര എനിക്ക് പറയാനുള്ളൂ. നല്ല പെയിനുണ്ട്. പിന്നെ ഞാൻ നടക്കുന്നതൊക്കെ കടിച്ച് പിടിച്ച് നടക്കുവാണ് ഞാനിങ്ങനെ. നമ്മൾ നടക്കാതിരിക്കുമ്പോഴത്തോളം ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പെയിൻ വന്നെന്ന് വെച്ചോ, എൻ്റെ അനിയൻ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കുന്നത്. ഞാനിപ്പോൾ എന്തെങ്കിലും സംസാരിക്കാൻ നേരത്തായിരിക്കും അവിടെ നിന്ന് എന്തൊക്കെയോ സൗണ്ട് ഇങ്ങനെ കയറി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഗൈസ്, ഇത് ചെറിയൊരു ഇതാക്കി നിങ്ങൾക്ക് ടിപ്പായിട്ട് വേണമെങ്കിൽ എടുത്തോ ഗൈസ്, നല്ലതാണ്. വർക്കൗട്ട് ചെയ്യുമ്പം ബോഡി എന്തായാലും ആണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെ പെയിൻ വരും, ഉറപ്പാണ്. പെയിൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത്. എനിക്കിനി വയ്യ, ചെയ്യാൻ വയ്യ, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്, ഒരു ദിവസം ഞാൻ വർക്കൗട്ടിന് പോയി, എനിക്ക് ബോഡി ഫുൾ പെയിൻ, അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കരുത് ഗൈസ്. എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ നമ്മുടെ ബോഡി പെയിൻ കൂടത്തേ ഉള്ളൂ, കൂടത്തേ ഉള്ളൂ. കാരണം നമ്മളിപ്പോൾ അനക്കാതെ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇടിച്ച്, ഞാൻ എക്സാമ്പിൾ പറയാണ്, ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും നമ്മൾ കയ്യോ കാലോ ഇടിച്ചു, അപ്പോൾ നമ്മൾ അത് തടവി വിടാതെ നമ്മൾ അവിടെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഒരു പച്ച കളർ അടിക്കത്തില്ലേ ഗൈസ്, അവിടെ പച്ച കളർ, ഒരു ബ്ലാക്ക് കളറൊക്കെ അടിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും വന്നിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇടിച്ചിട്ട് നമ്മളിങ്ങനെ തടവി വിടാതെ വെച്ച് നോക്കൂ, മസിൽ അങ്ങനെയല്ല, തടവി വിടാതെ വെച്ച് നോക്കൂ, എവിടെയെങ്കിലും പച്ച കളറൊക്കെ അടിക്കും. സോ അതുപോലെയാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്ത ബോഡി അനങ്ങാതെ ഒരു പ്രാവശ്യം ചെയ്ത് വേദന എടുത്തിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പെയിൻ കൂടും, കുറയത്തില്ല. സോ ഞാൻ കടിച്ച് പിടിച്ച് നടക്കും, സ്റ്റെപ്പ് കയറും, എനിക്ക് പ്രശ്നമില്ല. എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. അപ്പോൾ ഗൈസ്, റെസ്റ്റ് എടുക്കരുത്. നിങ്ങൾ റെസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കൗട്ട് മുടക്കി നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല. ഞാൻ 100 സെറ്റൊക്കെ അടിച്ചു ഇന്നലെ, ഒരു വർക്കൗട്ട് 100 സെറ്റ് അടിച്ചു ഗൈസ്. ഏത് വർക്കൗട്ടാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ കാല് പൊക്കി താക്കുകയും ചെയ്യുന്നതായിരുന്നു. അതെന്തോ ആണെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്, റിലേക്ക് പോയി കിടക്കുക. സോ അതായിരുന്നു. അപ്പം ജസ്റ്റ് ഒരു അഡ്വൈസബിൾ ഒക്കെ എടുത്താൽ മതി ഗൈസ്. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇതൊക്കെ. നിങ്ങൾ വർക്കൗട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ ഡൗട്ട് കാണും, എന്തോ ചെയ്യണം എന്നല്ല, ഇങ്ങനെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാം എന്നൊക്കെ. റെസ്റ്റിൻ്റെ ആവശ്യമില്ല ഗൈസ്, റെസ്റ്റിൻ്റെ ആവശ്യമില്ല. എന്ന് വെച്ചാൽ വർക്കൗട്ട് മുടക്കി നിങ്ങൾ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ റെസ്റ്റ് ചെയ്യും. പ്രത്യേകിച്ച് ലെഗ് ചെയ്യുമ്പോൾ നമ്മൾ സാറ്റർഡേ ചെയ്യാൻ നോക്കുക. അതാകുമ്പോഴത്തേക്കും നിങ്ങൾ സൺഡേ ആകുമ്പോൾ ഒരു ലീവ് കിട്ടുമല്ലോ. ആ ലീവിൽ നമ്മൾ നടക്കാതിരിക്കാനല്ല ഞാൻ പറയുന്നത്, അനങ്ങരുത് എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനങ്ങാം. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ സ്റ്റെപ്പുകളുണ്ട്, ഞാൻ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഇറങ്ങാൻ എനിക്ക് പെട്ടെന്നില്ല. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ മുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ റെസ്റ്റും വേണം, അതിനോടൊപ്പം തന്നെ നമ്മൾ വർക്കൗട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയും വേണം കേട്ടോ, ഈ ഓട്സ് സ്ലിം മിൽക്കിൻ്റെ. അപ്പം പിന്നെന്താണ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.